നമസ്കാരം ഗൈസ്, എല്ലാവർക്കും വീണ്ടും ലക്ഷദ്വീപിയൻസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പഴയ വീഡിയോ ആണ് ഇടുന്നത്. പഴയെന്ന് പറയുമ്പോൾ ഏകദേശം 1.5 വർഷത്തിന് മുന്നേ നടന്നൊരു സംഭവങ്ങളാണിത്. ഒരു വിജയവാഡ ട്രിപ്പ്. വിജയവാഡയിൽ പോയി അവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതലായിട്ടൊന്നും പറ്റിയിട്ടില്ല. എന്നാൽ അവിടെ പോയതിന് ശേഷം ചെറിയ രീതിയിൽ കറങ്ങി, പ്ലസ് ഒരു ഫുഡ് വ്ളോഗ്, അത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ബാംഗ്ലൂർ വഴിയാണ് ഞാൻ ആക്ച്വലി പോയത്. അത് ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നീട് കേൾക്കാം, ഓരോരോ വീഡിയോസായിട്ട് കേൾക്കാം. അപ്പോൾ വിജയവാഡ എത്തിയതിന് ശേഷം ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ എവിടെയും പോകാൻ പറ്റിയില്ല. ഒരു ദിവസം മാത്രമേ എനിക്കവിടെ ഹാൾട്ട് ഉണ്ടായിരുന്നുള്ളൂ. ആ ദിവസം ഒരു ചെറിയ ഗെറ്റ് ടുഗദറും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ കൂടിയിട്ടുള്ള വീഡിയോസാണ്. സോ നിങ്ങൾ വീഡിയോ കാണാൻ റെഡിയാണെന്ന് വിചാരിക്കുന്നു. കണ്ടല്ലോ, ഇത് യാത്രയാണ്. ബാംഗ്ലൂരിൽ നിന്നും വിജയവാഡ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട്, പച്ചപ്പും പിന്നെ എന്താ പറയുക, വരണ്ടുണങ്ങിയ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടാണ് വിജയവാഡ എന്ന നല്ല ചൂടുള്ള സ്ഥലമാണ് വിജയവാഡ, ആ ചൂടുള്ള സ്ഥലത്തേക്ക് എത്തുന്നത്. സോ പോകുന്ന വഴി കണ്ട ഒരു നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് ആ പച്ചപ്പ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ പച്ചപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. ഏകദേശം വിജയവാഡ എത്താനായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ കാണുന്നതൊക്കെ. കണ്ടില്ലേ, ആ പച്ചപ്പ് പെട്ടെന്നാണ് ഒരു മാറ്റം വന്നിട്ട് കുറച്ച് വരണ്ട് പോലെ സ്ഥലങ്ങളൊക്കെ കണ്ടത്. എന്നിരുന്നാൽ തന്നെയും പച്ചപ്പുള്ള സ്ഥലം തന്നെയാണ് വിജയവാഡ, പക്ഷെ നല്ല ചൂടാണ് അവിടെ. അവിടുത്തെ ഈ വില്ലേജ് ഏരിയയിലൊക്കെ നല്ല പച്ചപ്പും കാണും. രണ്ടും ഇതുപോലെയാണ് കാണുക. പച്ചപ്പെന്ന് പറയുമ്പോൾ അത് നല്ല വ്യത്യാസമുള്ളൊരു പച്ചപ്പാണ്. അതായത് നമ്മൾ കേരളത്തിൽ കാണുന്ന ഭയങ്കര ഒരു 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 പച്ച കളർ ഉണ്ടല്ലോ, അതവിടെ കാണില്ല. എന്തെന്ന് കാരണം എന്ന് വെച്ചാൽ, ഈ പച്ച കളറ് ഒരു വെയിലത്ത് വരണ്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്നാൽ മൊത്തം വരണ്ടതിന് ശേഷമല്ല, പച്ചയിൽ തന്നെ കുറച്ച് നല്ല ചൂടൊക്കെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു കോലമാണ് മിക്കവാറും വിജയവാഡയിൽ ഒക്കെ കാണാൻ സാധിക്കുന്നത്. സോ നമുക്ക് ലാൻഡ് ചെയ്തിട്ട് ബാക്കി. യാത്ര ചെയ്ത് വന്നെത്തിയിരിക്കുകയാണല്ലോ വിജയവാഡ. വിജയവാഡ എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ച സ്ഥലമായതുകൊണ്ടാണ് വിജയവാഡ വന്നിരിക്കുന്നത്. അപ്പോൾ വിജയവാഡയിൽ സത്യത്തിൽ ആരും അങ്ങനെ വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന സ്ഥലമല്ല. പക്ഷെ ഞാൻ വന്നിരിക്കുകയാണ്, ഒരു ചെറിയ എയർപോർട്ടാണ് വിജയവാഡ. ആക്ച്വലി ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ അതൊരു ചെറിയ എയർപോർട്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി വലുതായിട്ടുണ്ട്. പക്ഷേ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം ആഗ്രഹിച്ചതാണ് ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയിട്ട് ഇവിടുത്തെ എയർപോർട്ടിൽ ഇറങ്ങണമെന്നുള്ളത്. അതെന്തായാലും സാധിച്ചു. ഇതാ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതാ ഞാൻ വിജയവാഡ എയർപോർട്ടിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഗണ്ണവരം എന്നാണ് ഈ എയർപോർട്ടിൻ്റെ പേര്. അപ്പോൾ ഡയറക്റ്റ് എറണാകുളത്ത് നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്, പക്ഷേ അതൊക്കെ കണക്ഷൻ 1 സ്റ്റോപ്പ് ഫ്ലൈറ്റാണ്. പല മണിക്കൂറുകളുമായിട്ടാണ് ഇവിടെ എത്തുക, വിജയവാഡ എത്തുക. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഒരു ദിവസം ബാംഗ്ലൂരിൽ തങ്ങി വരാം എന്ന ആഗ്രഹത്തിലാണ് ബാംഗ്ലൂരിൽ നിന്ന് കയറി വിജയവാഡയിൽ എത്തിയിരിക്കുന്നത്. സോ പെട്ടിക്ക് വേണ്ടി വെയിറ്റ് ആണ്, എൻ്റെ ബാഗേജിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ബാഗേജ് കഴിഞ്ഞ ഉടനെ ഇനി വിജയവാഡ കാണാം. ഇന്നത്തെ ലക്ഷദ്വീപിയൻ ചാനലിൽ നിങ്ങൾക്ക് വിജയവാഡ യാത്രകൾ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ക്യാബിലേക്ക് പോവാണ്. ക്യാബ് ഏകദേശം റേറ്റ് പറഞ്ഞത് 700 ആണ്. കറക്റ്റ് റേറ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഓലയിൽ ഞാൻ നോക്കി, ഏകദേശം 700 തന്നെയാണ് റേറ്റ് പറയുന്നത്. എൻ്റെ ഡെസ്റ്റിനേഷൻ കേട്ടോ, അത് വിജയവാഡ മെയിൻ സിറ്റിയിൽ തന്നെയുള്ള വിജയവാഡ മെയിൻ പ്ലേസിൽ തന്നെയാണ്. ഒരു സ്റ്റാർ ഹോട്ടലാണ്, DV മാനർ എന്ന് പറയും. അങ്ങോട്ടേക്ക് പോവാണ്. സുഖമാണോ? ഇതാണ് എൻ്റെ റൂം, 101. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കണ്ടില്ലേ, പഴയ മോഡൽ ആണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഹോട്ടലാണ്, ഹോട്ടൽ DV മാനർ. തീർച്ചയായിട്ടും വിജയവാഡ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു അക്കോമഡേഷൻ ആയിരിക്കും നിങ്ങൾക്ക് DV മാനർ എന്ന് പറയുന്നത്. സോ നമ്മൾ റൂമിലേക്ക് കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ റൂം. നമ്മൾ എടുത്തിരിക്കുന്ന റൂം DV മാനർ എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ഞാൻ പഠിക്കുന്ന കാലത്ത് മുതൽ ഏകദേശം ഒരു 10-15 വർഷമായി പഠിച്ചിട്ട്. അപ്പോൾ അന്ന് മുതലേ ഇവിടെ ഞാൻ കാണുന്ന ഒരു സംഭവമാണ് DV മാനർ എന്നുള്ളത്. പക്ഷേ അതിൽ ഇതുവരെ അക്കോമഡേഷനിലൊന്നും വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ സ്റ്റാർ ഹോട്ടൽ ആക്ച്വലി. സോ
ഇതാണ് നമ്മുടെ റൂം. നല്ല മനോഹരമായിട്ടുള്ള റൂമാണ്, നല്ല കംഫർട്ടബിൾ റൂമാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു അക്കോമഡേഷൻ നിങ്ങൾക്ക് ആവശ്യം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, വിജയവാഡയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു അക്കോമഡേഷൻ വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഐ സജസ്റ്റ് DV മാനർ. പക്ഷേ നമ്മൾ സാധാരണ എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ നല്ല വളരെ മനോഹരമായിട്ടുള്ള ബാൽക്കണിയൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തൊക്കെ ബിൽഡിങ് എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊന്നും പുറത്തേക്ക് കാണുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വെരി ഗുഡ് റൂം. നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു നല്ല പെർഫെക്റ്റ് റൂമാണ് DV മാനറിൽ. സോ നമുക്കൊന്ന് ഫ്രഷ് ആയതിനു ശേഷം വിജയവാഡയിലെ ഓരോരോ സ്ഥലങ്ങളും കാണാൻ പോകാം. ഓക്കെ, നമ്മൾ ഇറങ്ങുകയാണ്. ഇന്നത്തെ വെറുതെ ഒന്ന് സമയം കളയാൻ പാടില്ല. അപ്പോൾ നേരെ വിജയവാഡ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയുള്ളത്. മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം, എവിടെയൊക്കെ പറ്റും എന്തൊക്കെ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് വിജയവാഡ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങാം. സോ വിജയവാഡ ഒരു ചെറിയല്ല വലിയൊരു സിറ്റി തന്നെയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇത് തന്നെയാണ് വിജയവാഡയിൽ ഉണ്ടാവുക. സിറ്റി ലൈഫാണ് കൂടുതൽ. എന്തൊക്കെ കാണും എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. ഞാനൊരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഓട്ടോയിൽ കയറി ഒന്ന് നാട് ചുറ്റാൻ വേണ്ടിയുള്ളൊരു പ്ലാൻ. ചെറിയ രീതിയിൽ ക്യാബൊക്കെ കിട്ടും. എന്നാലും ഓട്ടോയിൽ പോകുന്നൊരു സുഖം വേറെയാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് ഇവിടെ. ഏത് സമയത്ത് മിക്കവാറും എല്ലാ സമയത്തും ഒരു ഡ്രൈ ഏരിയ ആണ് സ്ഥലം. സത്യത്തിൽ ഒരു ഡ്രൈ സിറ്റിയാണ് വിജയവാഡ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഈ റോഡിൽ മെയിൻ റോഡിൽ ഈ റോഡിൽ നിന്ന് തിരിച്ചടിക്കുന്ന കാറ്റുണ്ടാവും. മാത്രമല്ല വണ്ടിയുടെ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ചൂട് കാറ്റാണ് വരിക. അപ്പോൾ ഇപ്പോൾ ഈ സമ്മർ തുടങ്ങുകയാണ്. സമ്മറിൽ എന്തായാലും നല്ല ചൂടായിരിക്കും. അല്ലാത്ത സമയത്ത് മിക്കവാറും ഈ സമയത്തൊക്കെ ഭയങ്കര ചൂടായിരിക്കും. ഉച്ചമുതൽ ഒരു വൈകിട്ട് വരെ ചൂടായിരിക്കും. പിന്നെ വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ ഒരു തണുപ്പ്. അതാണ് വിജയവാഡയുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അഡാപ്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റി ലൈഫ് തന്നെയാണ് വിജയവാഡ. നമ്മളിപ്പോൾ ഒരു പാർട്ടിക്ക് വേണ്ടി വന്നതാണ്. ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ. എല്ലാവരും ഇല്ല. റെസ്റ്റഡ് സ്പൂൺ എന്ന് പറഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിലാണുള്ളത്. നല്ല ഡെവലപ്മെൻ്റാണ് വിജയവാഡയിൽ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യത്തിൽ. ഐ തിങ്ക് അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഫുഡ് വ്ളോഗിന് വേണ്ടി വന്നിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് റെസ്റ്റഡ് സ്പൂൺ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ അറിഞ്ഞിടത്തോളം ഇത് കേരളക്കാരുടെയാണ്. കൃത്യമായിട്ട് അറിയില്ല, ഒന്ന് താഴെ ചോദിക്കണം. പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള മെനുകളാണ്. ഞാൻ കഴിക്കാത്ത ഒരുപാട് മെനുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നോക്കാം. എന്തായാലും സ്റ്റാർട്ടറായിട്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ ഒരു സൂപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ സൂപ്പിൻ്റെ പേര് കോടി പുലുസ് ആന്ധ്ര പേരാണ്. സോ ആക്ച്വലി ഒരു ഗെറ്റ് ടുഗദറിന് വേണ്ടി വന്നതാണ്. ഇപ്പോൾ കുറച്ച് പേര് എത്തിയിട്ടുള്ളൂ. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ആന്ധ്രാക്കാരൻ, വിജയവാഡ, സുബ്രഹ്മണ്യം ആൻഡ് കീർത്തി. കുറച്ച് പേരും കൂടി വരാനുണ്ട്. എല്ലാം അമേരിക്കനാണ്. സോ സ്റ്റാർട്ടിങ് എന്നോണം നമ്മളൊരു സൂപ്പ് ഓർഡർ ചെയ്താണ്. ഈ സൂപ്പിൻ്റെ പേര് കോടി പുലുസ് എന്നാണ്. സോ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കോടി രസം അത് ആക്ച്വലി നമ്മൾ രസമില്ലേ, രസത്തിൻ്റെ അകത്ത് കുറച്ച് ചിക്കനൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവമാണ്. സംഭവം അടിപൊളിയാണ്. ഇവിടുത്തെ ഫേമസ് ആണെന്നാണ് പറയുന്നത്. സൂപ്പർ ടേസ്റ്റി. അടുത്ത കുറച്ച് സ്റ്റാർട്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് വന്നിട്ട് ബാക്കി കാണാം. ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ഓർഡർ വന്നിരിക്കുന്നത് ഇതിൻ്റെ പേര് പ്രോൺസ് കൊണ്ട് ഉണ്ടാക്കുന്നത് കൊത്തിമീര് പ്രോൺസ് ആണ്. കൊത്തിമീര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയാൻഡറും ലീവാണ്. അപ്പോൾ അതും കുറച്ച് അത് നമ്മളെ പ്രോൺസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു എന്താ സ്പൈസിയസ്റ്റ് സാധനമാണ്. ഇതിന് പേരുണ്ടോ? ഫിഷ് പേര് പുക്കറ്റ് ഫിഷ്. കാదు ഈ ഐറ്റം പേര് പുക്കറ്റ് ഫിഷ്. ഓക്കെ, പുക്കറ്റ് ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭവമാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതും സ്പൈസി ആയിട്ടുള്ള സാധനമാണെന്ന് തോന്നുന്നു. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് പറയാം. നേരത്തെ പറഞ്ഞ പ്രൂണിൻ്റെ സാധനം പേര് മറന്നു പോകുന്നില്ല.
നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സാധനമാണ്, വിഭവമാണത്. നല്ല രസമാണ് സംഭവം. നല്ല അടിപൊളി പ്രോൺസുമാണ്. നല്ല പുക്കറ്റ് ഫിഷ് എന്ന് പറഞ്ഞ സംഭവം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് പുക്കറ്റ് ഫിഷ്. സൂപ്പർ. പുക്കറ്റ് ഫിഷിൻ്റെ രസമുണ്ട്. ഈ പ്രോൺ എന്താണ് കൊത്തുമീര പ്രോൺ, അത് നല്ല രസമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കൊറിയൻ ഡിഫറെൻ്റ് ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു മസാലയാണ് ഇതിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല രസമുണ്ട്. കഴിക്കാൻ പാകം. స్పైసెస్ కా खाना को दिना है Regular wasa. Naku. Rooms na. Rooms. സോ ഇത് നമ്മൾ ഫ്രണ്ട്സ് ഇതുവരെ എത്തി തുടങ്ങിയിട്ടില്ല. പക്ഷെ നമ്മളിങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ 3 പേര് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അപ്പോളോ ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭവമാണിത്. ഇതിൻ്റെ തൊട്ട് അടുത്ത് വെച്ചിരിക്കുന്നത് ഗുണ്ടൂർ ഫിഷ്. ഗുണ്ടൂർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഗുണ്ടൂർ ചില്ലി ചിക്കൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ അടുത്ത ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ടുണ്ട്. അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി കൂടെ ഉള്ളതിൽ ഒരാൾ താഴത്തേക്ക് പോയിട്ടുണ്ട്. സോ വെയിറ്റിംഗ്. അപ്പോൾ അത് കഴിഞ്ഞവിടെ നമ്മളിത് ടേസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അപ്പോളോ ഫിഷ് ഒന്ന് ശ്രമിക്കണം, നോക്കാം എങ്ങനെയാണ് നോക്കാം. സൂപ്പർ. നേരത്തെ പറ്റുണ്ടോ? നേരത്തെ ഒരു ഫിഷ് തന്നില്ല, അപ്പോൾ അതിനെക്കാട്ടി നല്ല രസമുണ്ട് സത്യത്തിൽ. സൂപ്പറാണ്. പിന്നെ ഒരു സാധനം ഉണ്ട്, അതുകൂടി ഞങ്ങൾ ട്രൈ ചെയ്തു. സർവ് ചെയ്യുന്നുണ്ട്, നോക്കാം എന്താണെന്നുള്ളത്. ഗുണ്ടൂർ ചില്ലി ചിക്കൻ. ഗുണ്ടൂർ ചില്ലി ചിക്കൻ എങ്ങനെ നോക്കാം. അടിപൊളി. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളി. തെലുങ്കിൽ പറയുകയാണെങ്കിൽ చాలా ഗുഡ് വൺ. അതാണ് ഇപ്പം ഓരോ വിഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ സ്റ്റാർട്ടർ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് മെയിൻ കോഴ്സ് വന്നാൽ എങ്ങനെയാവുന്നല്ലോ, വേറെ കുറേ ഫുള്ളാവുന്നു തോന്നുന്നു. പക്ഷേ സൂപ്പർ. നമുക്ക് അടുത്ത വെറൈറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ വന്നിരിക്കുന്ന സാധനത്തിൻ്റെ പേര് റാപ്പിഡി. ഇതാണ് എഗ് റാപ്പ്. എഗ് റാപ്പ് ഒരു സോസും കൂടി ഉണ്ട്. മയണീസ് അല്ല, ഇറ്റ്സ് ആക്ച്വലി സോസ്. അത് മിക്സ് ചെയ്ത് കഴിക്കേണ്ടതാണ്. നമുക്കിപ്പോൾ കഴിക്കാം. ചെറുതായിട്ട് റാപ്പ് ചെയ്ത് അകത്ത് എന്തൊക്കെയുണ്ട് അതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആവുന്നു. ഈ കലം ഇതാണ് എളുപ്പം. ഇങ്ങനെ തിന്നാനാണ് എളുപ്പം. ക്രിസ്പി ആയിട്ടൊരു സാധനമാണിത്. സ്പൈസി അല്ല, ഇതിനകത്ത് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സംഭവം അടിപൊളിയാണ്. സോ മൂന്നാമത്തെ സ്റ്റാർട്ടറാണ്. ഇത്രയും പേര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവസാനത്തെ സ്റ്റാർട്ടറാണ്. ഇനി നമ്മൾ മെയിൻ കോഴ്സിലേക്ക് പോകും. സ്റ്റാർട്ടർ ചെയ്യട്ടെ. బటర్ గార్లిక్ చికెన్. സ്റ്റാർട്ടർ അവസാനിച്ചു വിചാരിച്ചു, പക്ഷെ വീണ്ടും ഒരു സ്റ്റാർട്ടർ വന്നെത്തിയിരിക്കുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഒന്ന് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഒരു രക്ഷയില്ല. ഇത് നമ്മളെ റീയൂണിയന് വേണ്ടി
നമ്മുടെ ലീഡർ, അന്നത്തെ ക്ലാസ് ലീഡർ. ഇപ്പോൾ നേരത്തെ കണ്ട സുബ്രഹ്മണ്യം, പുള്ളി സ്വന്തം പൈസ ഒക്കെ കൊടുത്ത് വാങ്ങിച്ച ഒരു കേക്കാണ്. കട്ട് ചെയ്യാൻ പോവാണ്. അതിൻ്റെ പേര് എന്തൊക്കെയോ പറഞ്ഞത്, കേക്കിൻ്റെ പേര് സത്യത്തിൽ ഞാൻ മറന്നു, കുറേ ദിവസമായല്ലോ. അപ്പോൾ അത് കൊത്തിമിരപ്പക്കായ് ബിരിയാണി. കൊള്ളാമോ? സംഭവം കൊള്ളാം. എന്നല്ല സ്റ്റാർട്ടേഴ്സ് കഴിച്ചതിൻ്റെ അത്രയും ഇതിൽ കിട്ടുന്നില്ല. പിന്നെ അവസാനം അതെ മട്ടൻ കൈമ ബിരിയാണിയുടെ പോർഷൻ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഫ്രണ്ട്സ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം എനിക്ക് കുറച്ച് ചെറിയൊരു ഒഫീഷ്യൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തു നിന്ന് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ വരുന്ന വഴി കാണുന്ന കാഴ്ചകളാണിതൊക്കെ. ഇത് ദുർഗാദേവി ക്ഷേത്രം, വിജയവാഡയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ആന്ധ്രയിലെ തന്നെ ഏറ്റവും ഫേമസ് ആണ്. ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണിത്. ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പ്രകാശം ബാരേജ് എന്ന് പറയും. ഈ കൃഷ്ണ റിവർ ഉള്ള സ്ഥലത്ത് കൂടെ ഒരു ബാരേജ് പോകുന്നുണ്ട്. ആ പ്രകാശം ബാരേജാണ് നമുക്ക് ഈ വണ്ടിയുടെ അപ്പുറം കാണുന്നത്. ഈ എഴുതി വെച്ചിരിക്കുന്നത് ബസ് സ്റ്റാൻഡാണ്, ഇവിടുത്തെ വിജയവാഡയിലെ ഏറ്റവും ഫേമസ് ബസ് സ്റ്റാൻഡ്. വിജയവാഡയിലെന്നല്ല, ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഏഷ്യയിലെ തന്നെ 3ാം സ്ഥാനം കിട്ടിയിരുന്ന ബസ് സ്റ്റാൻഡാണ്. വലിയൊരു ബസ് സ്റ്റാൻഡാണ് വിജയവാഡ ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ ഇതിനെക്കാട്ടി വലുതൊക്കെ നമ്മുടെ കണ്ണൂരിൽ വരെ വന്നു എന്നുള്ളതാണ്. സോ ഫ്രണ്ട്സ്, ഒറ്റ ദിവസത്തെ ജേണി, താമസവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാനിതാ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. വണ്ടിക്ക് വേണ്ടി റെഡിയായി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ റിസപ്ഷനൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ തോന്നിയത്. സോ ഞാൻ റെഡിയാണ്. ഇതാണ് ഞാൻ താമസിച്ച സ്ഥലം, ഞാൻ നേരത്തെ പറഞ്ഞ DV മാനർ എന്ന സ്ഥലം. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ടാക്സി വരും. ഞാൻ ഒരു ചെറിയ എയർപോർട്ടാണ് വിജയവാഡ. നമ്മൾ എയർപോർട്ട് ബിൽഡിങ്ങിൽ നിന്നും കുറേ വണ്ടി ഓടി പോകാനുണ്ട്. യെസ്, ഫൈനലി ഫ്ലൈറ്റിൽ കയറി ബാംഗ്ലൂർ ഉള്ള വഴിയാണ്. എത്തിയിരിക്കുകയാണ് ഞാൻ. ഒരു വിജയവാഡ ട്രിപ്പിന് ശേഷം റീച്ചിങ് ബാംഗ്ലൂർ നൗ റീച്ച്. എൻ്റെ ബെൽറ്റിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. ഇപ്പോൾ ബെൽറ്റ് 5ലാണ് ഉണ്ടാവുമെന്ന് പറഞ്ഞത്. സോ ബെൽറ്റ് 5ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിജയവാഡ ഇന്ന് ബാംഗ്ലൂർ മൊത്തം കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ്. ബാംഗ്ലൂരിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് വിജയവാഡ ട്രിപ്പിന് ശേഷം. അപ്പോൾ എനിക്ക് കിട്ടിയതൊരു റോയൽ ഓർക്കിഡ്, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എടുത്ത അതേ റൂം തന്നെയാണ്. റോയൽ ഓർക്കിഡ് ഡെക്കിൻസൺ റോഡ്, അങ്ങനെ തന്നെയാണ് റോഡിൻ്റെ പേര്. സോ മെയിൻ സെൻറ്ററിൽ തന്നെയാണുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു റൂമൊക്കെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇറ്റ്സ് വെരി ഗുഡ്, റിഫ്രഷിങ്, നല്ല സ്മെല്ലിംഗ് ആണ്. പക്ഷേ ഇതിനെക്കാട്ടി രസമുണ്ടായിരുന്നു ഫസ്റ്റ് കിട്ടിയ റൂം, ഇതിനെക്കാട്ടി നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു എക്സിക്യൂട്ടീവ് ഒരു സൂപ്പർ റൂമാണ്.